എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഹീജുവും സയോണും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അവൻ എന്റെ കെണിയിൽ വീണോ അതോ ഞാൻ പെട്ടോ എന്നും ആലോചിച്ച് ഹീജു പുറത്തേക്ക് വരുമ്പോഴാണ് സയോൻ പുറത്തു നിൽക്കുന്നത് അവൾ കാണുന്നത്. സയോന്റെ കണ്ണിൽ പെടാതെ പതുക്കെ അവളെ മുങ്ങാൻ നോക്കുന്നുണ്ടെങ്കിലും സയോൻ അവളെ കൈയോടെ പൊക്കുന്നുണ്ട്. സയോൻ അവളെയും കൊണ്ട് ഒരു റൂമിലൊക്കെ പോയി ഡോറൊക്കെ അടച്ച് അവളോട് നീ എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ, നിന്റെ ഫോൺ എടുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഫോൺ എടുക്കാനോ ഇവളെന്തിനാ എന്റെ ഫോണ് എന്നൊക്കെ ഹീജു പേടിക്കുന്നുണ്ടെങ്കിലും അവൾ അവളുടെ ഫോണൊക്കെ എടുക്കുകയാണ്. ഇനി ഞാൻ ചോദിക്കുന്നതിനൊക്കെ നീ ഉത്തരം പറയണം. ഇന്നലെ കാർ ആക്സിഡന്റ് ഉണ്ടായിരുന്നോ എന്ന് സയോൻ ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് ഹീജു തലയാട്ടുകയാണ്. ഏത് ടൈമിൽ എന്ന് സയോൻ ചോദിക്കുമ്പോൾ 6-നും 7-നും ഇടയ്ക്ക് എന്ന് ഹീജു ടൈപ്പ് ചെയ്ത് പറയുന്നു. അപ്പോൾ കിഡ്നാപ്പർ പറഞ്ഞതൊക്കെ ശരിയാണ്, ശരിക്കും ആക്സിഡന്റ് ഒക്കെ നടന്നിരുന്നു എന്ന് മനസ്സിലാക്കിയ സയോൺ നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ അവളോട് ചോദിക്കുമ്പോൾ അവൾ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ തന്നെ അവളുടെ സ്കാർഫൊക്കെ അഴിച്ച് മുറിവൊക്കെ നോക്കുന്നു. അവൻ ആരാണ്, നീ അവന്റെ ഫേസ് കണ്ടോ എന്നൊക്കെ സയോൺ ചോദിക്കുമ്പോൾ അയാൾ ഫേസ് കവർ ചെയ്തതിനാൽ കാണാൻ പറ്റിയില്ല എന്നൊക്കെയാണ് ഹീജു പറയുന്നത്. അവൻ വേറെ എന്തൊക്കെയാണ് പറഞ്ഞത്, നിനക്ക് നേരെ കത്തി നീട്ടിയോ, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞോ എന്നൊക്കെയുള്ള സയോന്റെ ചോദ്യത്തിന് ഹീജു അതേ എന്ന് തലയാട്ടുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നടന്നാൽ എന്നോട് പറയണ്ടേ എന്നൊക്കെ സയോൻ ചോദിക്കുകയാണ്. നീ എന്റെ ഡെഡ് ബോഡി ആയാൽ വിളിക്കാനല്ലേ പറഞ്ഞത് എന്ന് ഹീജു മനസ്സിൽ വിചാരിക്കുന്നു. ഇപ്പോൾ നിന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നതായി നിനക്ക് തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നൊക്കെ ഹീജു പറയുന്നുണ്ട്. ഇനി എപ്പോഴും കൂടെ ബോഡി ഗാർഡിനെ കൂട്ടണം, ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി ചെക്കപ്പ് ചെയ്തേക്ക് എന്നൊക്കെ പറഞ്ഞ് സയോൻ അവിടെ നിന്നും പോവുകയാണ്. അവനൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല എന്ന് ഹീജുവും ആശ്വസിക്കുന്നുണ്ട്. പുറത്തെത്തിയ സയോൺ സെക്യൂരിറ്റി ടീമിനെ വിളിച്ച് ഹീജുവിനെ വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴാണ് ദോജയെ വിളിക്കുന്നത്. 10 മിനിറ്റ് കോൾ നീണ്ടു നിൽക്കാത്തതിനാൽ ട്രേസ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെയാണ് ദോജയെ പറഞ്ഞത്. കിഡ്നാപ്പറിന് തന്റെ ഫാമിലിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളൊക്കെ അറിയാമെന്നും കോൾ റെക്കോർഡറിന്റെ ചെറിയ പാർട്ട് ഞാൻ അയക്കാം, പെട്ടെന്ന് തന്നെ അതിലെ വോയിസ് മോഡുലേറ്റർ റിമൂവ് ചെയ്യാൻ നോക്കണമെന്നും ഒക്കെ പറഞ്ഞ് ആ കോൾ അവിടെ അവസാനിക്കുകയാണ്. ഹീജു വീട്ടിലെത്തി കോൾ റെക്കോർഡിംഗ് ഒക്കെ കേൾക്കുകയാണ്. നിനക്ക് എന്താണ് വേണ്ടത് എന്ന് സയോൺ ചോദിക്കുന്ന ഭാഗം അവൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നു. സയോൺ പേടിച്ചോ, അവൻ പേടിച്ചു എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുമ്പോഴാണ് അവൾ മുറിവൊക്കെ നോക്കുന്നത്. അപ്പോൾ അവന്റെ എന്തെങ്കിലും ആരെങ്കിലും തൊട്ടാൽ അവന് ദേഷ്യം വരുമല്ലേ എന്നും പറഞ്ഞ് ഹീജു മരിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫോണിലൂടെ കേട്ട സൗണ്ടും സയോന്റെ കയ്യിൽ കണ്ട മുറിവും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ എന്തിനാ ഇതൊക്കെ ശ്രദ്ധിക്കുന്നേ, ഈ ഫോൺ ഇപ്പൊ കിഡ്നാപ്പർ അന്വേഷിക്കുന്നുണ്ടാകും, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ആക്കണം എന്ന് പറഞ്ഞതും സയോൺ വരുന്ന സൗണ്ട് കേൾക്കുന്നു. അവൾ പെട്ടെന്ന് തന്നെ ഫോൺ ബാഗിൽ വെക്കുന്നു. സയോൺ റൂമിൽ വന്ന് അവളുടെ കാറിന്റെ കീ ചോദിക്കുമ്പോൾ കീയോ, ഇവനെന്തിനാ എന്റെ കാറിന്റെ കീ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ സയോൺ തന്നെ ബാഗിൽ നിന്ന് കീ എടുക്കാൻ പോവുകയാണ്. അപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് ബാഗിലാണല്ലോ ഫോൺ എന്ന്. അവൾ ഓടി സയോന്റെ മുന്നേ തന്നെ ബാഗ് എടുത്ത് കീ ഒക്കെ അവന് കൊടുക്കുന്നു. സയോൺ കാറൊക്കെ നോക്കുകയാണ്. കിഡ്നാപ്പർ കത്തിക്കൊണ്ട് സീറ്റിൽ കുത്തിയതൊക്കെ കണ്ട് അവൻ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ എന്റെ കീ കൊണ്ടുപോയത് എന്തിനാ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അയ്യോ പെട്ട്, കാറിൽ അവൾ സംസാരിച്ച് റെക്കോർഡായിട്ടുണ്ടാവുമല്ലോ എന്നോർത്ത് അവൾ അവിടേക്ക് ഓടി ചെന്നപ്പോൾ സയോൺ കാറിൽ നിന്ന് ഇറങ്ങുന്നതാണ് കണ്ടത്. ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ കാറ് നീ എങ്ങനെ എവിടെ വരെ എത്തിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഒരു ട്രക്ക് വിളിച്ചു എന്നൊക്കെ അവൾ പറയുന്നു. ഇതിന് ഡാഷ് ക്യാമിന് എന്ത് പറ്റി, ഒന്നും റെക്കോർഡായില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇതിലൊന്നും റെക്കോർഡായില്ലേ, ഭാഗ്യം എന്നൊക്കെ ആശ്വസിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു ബൈക്ക് ഹീജുവിനെ ഇടിക്കും എന്ന രീതിയിൽ വരുന്നത്. സയോൺ ആളെ പെട്ടെന്ന് തന്നെ മാറ്റി ബൈക്ക് ഓടിച്ച ആളോട് ശ്രദ്ധിച്ചു ഓടിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ അയാൾ സോറിയൊക്കെ പറഞ്ഞ് പോവുകയാണ്. നാളെ തന്നെ പുതിയ വണ്ടിയൊക്കെ റെഡിയാക്കി തരാം, പക്ഷെ നീ ഇനി പുറത്തൊന്നും പോകരുത് എന്ന് സയോൺ പറഞ്ഞത് കേട്ട് എനിക്ക് നാളെ കോർട്ടിൽ ഒരു ഇന്റർപ്രറ്ററായിട്ട് ജോലിയുണ്ട്, ഒറ്റയ്ക്കില്ല ഡയറക്ടറുമുണ്ട് കൂടെ പോകാൻ, കൂടാതെ എനിക്ക് ഇനിയും ജോലി ചെയ്യണം, നിന്റെ അമ്മ ജോലിയൊക്കെ നിർത്താനാണ് പറഞ്ഞത്, പക്ഷെ എനിക്ക് ഇനിയും വർക്ക് ചെയ്യണം എന്ന് ഹീജു പറയുമ്പോൾ എന്നാ ഓക്കെ, നീ എപ്പോഴും സെക്യൂരിറ്റിനെ കൂടെ കൂട്ടണം എന്ന് സയോൺ പറയുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല, എല്ലാവരും വെറുതെ ഡൗട്ട് അടിക്കും എന്ന് പറഞ്ഞ് ഹീജു അവിടെ നിന്ന് പോവുകയാണ്. സയോൺ ദോജയെ വിളിച്ച് ഇന്നലെ ആക്സിഡന്റ് ആയ കാറിൽ ഒന്നും തന്നെ റെക്കോർഡായിട്ടില്ല, അതെങ്ങനെയെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ നോക്കണം, കൂടാതെ കാറ് പോയ വഴിയിലെ ട്രാഫിക് ക്യാമറയൊക്കെ ചെക്ക് ചെയ്യാനും ഒക്കെ പറയുകയാണ്. സയോനും അമ്മയും സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ മാരേജിനെ കുറിച്ചിട്ട് അച്ഛനും അമ്മയ്ക്കും ഹീജുവിന്റെ അച്ഛനും അമ്മയ്ക്കും കൂടാതെ വേറെ ആർക്കെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇനയ്ക്ക് കൂടി അറിയാമെന്ന് അമ്മ പറയുന്നു. ഒരാൾ കോൾ ചെയ്ത് ബോധർ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ എന്നൊക്കെ സയോൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്. പിന്നീട് ഹീജു ഇന്റർപ്രറ്ററായിട്ട് കോർട്ടിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് കാണിക്കുന്നത്. സയോൺ ഓഫീസിലെത്തിയപ്പോൾ ദോജെ കാറിന്റെ ഫൂട്ടേജ് ഒക്കെ സയോനെ കാണിക്കുകയാണ്. ഇത് മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഫൂട്ടേജ് ഒന്നും കിട്ടിയിട്ടില്ല, നമുക്ക് പോലീസിനെ അറിയിച്ചാലോ എന്ന് ദോജെ ചോദിക്കുമ്പോൾ
നീ എപ്പോഴെങ്കിലും എന്റെ വൈഫിനെ കണ്ടിട്ടുണ്ടോ? എന്റെ വൈഫ് ആരാണെന്ന് നിനക്കറിയാമോ? ഞാൻ എപ്പോഴെങ്കിലും എന്റെ വൈഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ സയോൺ ചോദിക്കുമ്പോൾ ധോജ സ്റ്റോറിയൊക്കെ പറയുകയാണ്. എന്റെ വൈഫ് ആരാണെന്ന് വരെ ആർക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം അറിഞ്ഞാൽ എല്ലാവരും ഇതിന് ക്യൂരിയസ് ആകും എന്ന് പറഞ്ഞ് സയോൺ പോവാൻ നിൽക്കുമ്പോഴാണ് സയോന്റെ ഫോണിലേക്ക് ഹീജുവിന്റെ കോർട്ടിലെ ഷെഡ്യൂൾ കഴിഞ്ഞു എന്ന് സെക്യൂരിറ്റി ഗാർഡ് മെസ്സേജ് അയക്കുന്നത്. അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാനൊക്കെ സയോൺ പറയുന്നുണ്ട്. ഹീജു വാഷ്റൂമിൽ പോയ ടൈമിൽ പുറത്ത് കാവൽ നിൽക്കാണ് സെക്യൂരിറ്റി ഗാർഡ്സ്. നേരത്തെ കോർട്ടിൽ കേസ് നടന്ന ആൾക്കാർ പ്രശ്നമുണ്ടാക്കുമ്പോൾ ഈ സെക്യൂരിറ്റി ഗാർഡ് അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. ആ സമയത്താണ് അവിടേക്ക് ആരോ വരുന്നതിന്റെ നിഴല് കാണിക്കുന്നത്. ഹീജു ബാത്റൂമിൽ നിന്നും പുറത്തു വരാൻ നോക്കുമ്പോൾ ആരുടെ നിഴലൊക്കെ ഹീജു കാണുന്നുണ്ട്. ആരോ നടന്നു വരുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ആക്സിഡന്റ് നടന്നപ്പോൾ കിഡ്നാപ്പറെയൊക്കെയാണ് ഓർമ്മ വന്നത്. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് സെക്യൂരിറ്റി ഗാർഡ് ഹീജുവിനെ നോക്കാൻ പോകുമ്പോൾ അവിടെയൊന്നും ഹീജുവിനെ കാണുന്നില്ല. അവരെല്ലായിടത്തും അവർ നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സയോൻ അവർ മെസ്സേജ് അയക്കുകയാണ്, ഹീജുവിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന്. സയോൻ ആണെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയായിരുന്നു. സയോൺ ഈ മെസ്സേജൊക്കെ കണ്ട് പെട്ടെന്ന് തന്നെ അവളെ കണ്ടുപിടിക്കി എന്നൊക്കെ പറയുകയാണ്. സയോന് മീറ്റിംഗിലൊന്നും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. കുറച്ചു കഴിഞ്ഞ് സയോന്റെ ഫോണിലേക്ക് വീണ്ടും മെസ്സേജ് വരികയാണ്, ഞങ്ങൾക്ക് ഹീജുവിനെ കണ്ടെത്തി, അവളൊരു ആണിന്റെ കൂടെയാണ് എന്ന്. ആണോ? എങ്ങനെയുള്ള ആണാണ് എന്ന് സയോൻ ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി ഗാർഡ്സ് അവരുടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അയക്കുന്നുണ്ട്. നിങ്ങളോട് ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് പറഞ്ഞത്, അല്ലാതെ അവളെ സ്പൈ ചെയ്ത് ഫോട്ടോസ് ഒന്നും എടുക്കണ്ട എന്ന് സയോന്റെ മെസ്സേജ് കണ്ട് സെക്യൂരിറ്റി ഗാർഡ് എങ്ങനെയുള്ള ആളാണെന്ന് ചോദിച്ചാൽ പിന്നെ 2 കണ്ണുണ്ട്, മൂക്കുണ്ട്, വായുണ്ട് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെ കംപ്ലൈന്റ് പറയുന്നുണ്ട്. ഹീജുവിന്റെ കൂടെ ഉണ്ടായിരുന്നത് സീനിയർ ആയ ശംഖു ആണ്. നിന്നെ കോർട്ടിൽ കണ്ടപ്പോൾ നീ തന്നെയാണോ എന്നുള്ള ഡൗട്ടിലാണ് ഞാൻ ബാത്റൂമിന്റെ അവിടേക്കൊക്കെ വന്നത്. നിന്നെ ഞാൻ പേടിപ്പിച്ചോ എന്നൊക്കെ ശംഖു ചോദിക്കുന്നുണ്ട്. 3 വർഷമായി ഒരു അഡ്രസ്സും ഇല്ലല്ലോ നിന്റെ. ഒരു ദിവസം ഞാൻ ടിവിയിൽ കണ്ടിരുന്നു സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിറ്റർ ആയിട്ട്. ഞാൻ നീ വർക്ക് ചെയ്യുന്ന സ്റ്റേഷനിൽ ഒരു പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ കുറച്ചു നേരം സംസാരിക്കുകയാണ്. എന്നിട്ട് ഹീജു ഒക്കെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഹീജു വീട്ടിലെത്തിയ സമയത്താണ് അവരുടെ അമ്മയും അങ്ങോട്ട് വരുന്നത്. അമ്മ വരുമ്പോ തന്നെ നീ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടോ, നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അമ്മ അവൾക്കൊരു ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. സയോനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ആയിരുന്നു അത്. നീ സയോൻ നല്ലൊരു വൈഫായിട്ട് മാറിയില്ലെങ്കിൽ നിന്റെ അച്ഛനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ മാറ്റുമെന്നൊക്കെ ഹീജുവിന്റെ അമ്മ അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഹീജുവിന്റെ അച്ഛൻ അവളുടെ ഒരു ഇമോഷനാണ്. അച്ഛനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഹീജുവിന്റെ അമ്മ അവളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. ഹീജു ആ ഡ്രസ്സൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഹീജു ആ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ഇന്ന് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അമ്മയുടെ മുഖത്തുണ്ടാവുന്ന എക്സ്പ്രഷൻ എന്താണെന്ന് എനിക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞ് ഹീജു സയോനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. സയോൻ ഓഫീസിലിരുന്ന് കിഡ്നാപ്പറിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവന്റെ അമ്മ പറഞ്ഞതൊക്കെ ഓർക്കുന്നു. നിനക്ക് നിന്റെ ഓപ്പണന്റിനെ നന്നായിട്ട് അറിയണമെങ്കിൽ അവരെ കുറിച്ച് നീ നന്നായിട്ട് മനസ്സിലാക്കണം. 10 മണിയാകുമ്പോൾ കിഡ്നാപ്പറിന്റെ കോള് സയോനെ വരുന്നുണ്ട്. ഫസ്റ്റ് സയോൻ എടുക്കണോ എന്ന് ഡൗട്ട് അടിക്കുന്നുണ്ടെങ്കിലും സയോൻ കോൾ എടുക്കുകയാണ്. കൃത്യം 10 മണിക്ക് തന്നെ വിളിക്കുന്നതിൽ എന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്നൊക്കെ സയോൻ ചോദിക്കുമ്പോൾ അതൊന്നും നമ്മളുടെ ടോപ്പിക് അല്ലല്ലോ, അതൊക്കെ എന്റെ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞ ഡീൽ എന്തായി എന്നൊക്കെ ഹീജു ചോദിക്കുന്നു. ഞങ്ങളുടെ ഫാമിലിക്ക് മാത്രം അറിയാവുന്ന സീക്രട്ട് എങ്ങനെ നിനക്ക് അറിയാമെന്നൊക്കെ സയോൻ ചോദിക്കുമ്പോൾ അതൊന്നും ഇവിടെ ഇമ്പോർട്ടന്റ് അല്ല, അതൊക്കെ ഞാൻ അറിയും എന്നൊക്കെ പറഞ്ഞ് ഹീജു ഒഴിയുകയാണ്. നിന്റെ ഫോണിലേക്ക് ഞാനൊരു പിക്ചർ അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സയോൻ ഫോൺ നോക്കുന്നുണ്ട്. എന്താ നീ അയച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിനക്കത് കണ്ടിട്ട് മനസ്സിലായില്ലേ, ഹീജുവിന്റെ കാലാണത്, അത് ഹീജുവിന്റെ കാലാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ സയോൻ ചോദിക്കുമ്പോൾ നീ അവളുടെ ഹസ്ബൻഡ് തന്നെയല്ലേ, അല്ലെങ്കിൽ നീ അവളെ നേക്കഡായിട്ടൊന്നും കണ്ടിട്ടില്ലേ, അവളുടെ കാലിലുള്ള യുണീക്കായ മോളൊന്നും നിനക്ക് അറിയില്ലേ എന്ന് ഹീജു പറയുമ്പോൾ സയോൺ ആ പിക്ചർ സൂം ചെയ്തിട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഫേക്ക് ഫോട്ടോസ് ഒന്നും എനിക്ക് അയക്കേണ്ട ആവശ്യമില്ല, എന്റെ വൈഫിനെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ സയോൺ പറയുന്നത് കേട്ട് നിന്റെ വൈഫിനെ നിനക്ക് അറിയാമോ, അത് അവളുടെ കാലിൽ തന്നെയാണ്, വേണമെങ്കിൽ നീ തന്നെ പോയി നോക്ക് എന്ന് പറഞ്ഞ് ഹീജു കോള് കട്ട് ചെയ്യുകയാണ്. കോള് 10 മിനിറ്റ് കൂടുതൽ നീണ്ടു നിന്നതിനാൽ അവർക്ക് ഏകദേശം ഒരു ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എക്സാക്ട് പറ്റിയില്ലെങ്കിലും ഏകദേശം ഓക്കെ. സയോൺ കോൾ ചെയ്തപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ അവരുടെ ടീം മെമ്പേഴ്സിനോട് പറയുന്നുണ്ട്. കിഡ്നാപ്പർ ഒരു മാരീഡ് ആയ ആളാണ് തോന്നുന്നു, ചിലപ്പോൾ അവൻ ഡിവേഴ്സ്ഡ് ആയിരിക്കും. പിന്നെ കിഡ്നാപ്പർ അയച്ച ഫോട്ടോ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും എങ്ങാനും അത് ഹീജുവിന്റെ കാലായിരിക്കുമോ എന്ന് വിചാരിച്ച് ഫോട്ടോ ഒന്നും ദോച്ചയ്ക്ക് കൊടുക്കുന്നില്ല. ഹീജു ആണെങ്കിൽ റൂമിൽ കിടന്നിട്ട് ഞാൻ എന്താണ് ഈ ചെയ്തത്, ഞാൻ എന്റെ കുഴി തന്നെ തോണ്ടിയല്ലോ, അവരോട് വന്ന് ചെക്ക് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഓർത്ത് ഹീജുവിന് പ്രാന്ത് വരുന്നു. അവരെന്താ പറഞ്ഞ ഫേക്ക് ഫോട്ടോയാണെന്നോ, ആ ഫോട്ടോ എടുക്കാൻ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടെന്ന് അവൻ അറിയോ എന്നൊക്കെ പറഞ്ഞ് ഹീജു എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഫോട്ടോ എടുത്തതെന്നൊക്കെ കാണിക്കുകയാണ്.
അവൾ അങ്ങനെ ഉറങ്ങാനൊക്കെ കിടക്കുമ്പോൾ അവൾക്ക് ഉറക്കം വരുന്നില്ല. അവൻ ഇനി എങ്ങാനും എന്റെ കാലൊന്ന് ചെക്ക് ചെയ്യുമോ എന്നൊക്കെ ഓർത്ത് അവൾ ഉറക്കം കിട്ടാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. സയോൺ വീട്ടിൽ വന്ന സൗണ്ട് കേട്ട് ഹ്യൂജ് പുതപ്പൊക്കെ എടുത്ത് തല വഴി മൂടി നോക്കുന്നുണ്ട്. സയോൺ ഡോറ് നോക്ക് ചെയ്യാതെ ഡയറക്റ്റ് റൂമിലേക്ക് കയറി വന്ന് ഹീജുവിന്റെ ബ്ലാങ്കറ്റ് ഒക്കെ മാറ്റാൻ നോക്കുമ്പോൾ ഹീജു മാറ്റാതിരിക്കാൻ മുറുക്കെ തന്നെ പിടിക്കുന്നുണ്ടായിരുന്നു. പിടിവലിക്ക് ശേഷം ബ്ലാങ്കറ്റിന് കൂടി ഹീജുവും വരികയാണ്. സയോൺ ഹീജുവിന്റെ മുകളിലേക്ക് വീഴുമ്പോൾ അവർ 1 മിനിറ്റോളം കണ്ണും നോക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ സയോൺ എഴുന്നേൽക്കുകയാണ്. നിനക്ക് ഇനിയും വർക്ക് ചെയ്യണമെന്നല്ല പറഞ്ഞത്? പ്രസിഡന്റിന്റെ ഓഫീസിൽ ഒരു സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്ററിന്റെ ആവശ്യമുണ്ട്. നീ എന്റെ വൈഫാണെന്ന് വെച്ചിട്ട് യാതൊരു മുൻഗണനയും കിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്തിട്ട് എന്റെ അടുത്ത് തന്നെ ജോലി ചെയ്യാം എന്ന് പറഞ്ഞ് സയോൺ റൂമിൽ നിന്ന് പോവുകയാണ്. എന്നാലും അവരെന്താ ചെക്ക് ചെയ്യാത്തത്? അവരെന്താ ചോദിക്കുക പോലും ചെയ്തില്ലല്ലോ എന്നൊക്കെ ഹീജു ആലോചിക്കുന്നുണ്ട്. അയാൾ പുറത്തെത്തി അവന്റെ ഡൈനിങ് ടേബിൾ കാണുമ്പോൾ 3 വർഷം നടന്നൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. അവൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു കാൻഡിൽ ഡിന്നറൊക്കെ സെറ്റ് ചെയ്ത് അവനെ വെയിറ്റ് ചെയ്ത് ഉറങ്ങി ഇരിക്കുന്ന ഹീജുവിനെയാണ് കാണുന്നത്. അതൊക്കെ കണ്ട് അവന് സന്തോഷമാവുന്നുണ്ടെങ്കിലും ഹീജു ഉണരുമ്പോൾ തന്നെ ആ ചിരിയൊക്കെ അവൻ മാറ്റുകയാണ്. അവൻ ടേബിളിൽ വന്നിരുന്നിട്ട് ഞാൻ കഴിച്ചു എന്ന് വിചാരിക്കും, ഇനി എന്താ അടുത്ത് നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ അവൾ അവനെയും പിടിച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങുകയാണ്. കളിക്കുന്നവരുടെ അവളെ കിസ് ചെയ്യാൻ എന്ന പോലെ അവൻ പോയിട്ട് അവളെ ചെവിയിൽ പറയുകയാണ്, നിനക്ക് ടിപ്പ് വലുത് വേണോ എന്ന്. എന്നെ സ്നേഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ അമ്മ പറഞ്ഞതുപോലെ നീ ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇനി ഇതുപോലെ എന്നെ സ്നേഹിക്കാൻ വേണ്ടി ട്രൈ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോവുകയാണ്. ഇപ്പോ അവൻ അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഹീജു രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ TV കണ്ടിരിക്കുന്ന സയോനെ കണ്ട് അവൾ പേടിക്കുകയാണ്. നീ എന്നാ വല്ല പ്രേതത്തിനെ കണ്ടോ എന്നൊക്കെ സയോൻ ചോദിക്കുമ്പോൾ ഹീജു ക്ലോക്കിലേക്ക് നോക്കുന്നു. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വർക്കിന് പോകുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും മിസ് ചെയ്യാറില്ല എന്ന് സയോൻ പറഞ്ഞു കേട്ട് ഞാൻ ഇവന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം എന്നാണോ ഇവ ഉദ്ദേശിക്കുന്നത് എന്ന് ആലോചിച്ച് ഹീജു കിച്ചണിലേക്ക് പോവുകയാണ്. സയോൺ അവിടേക്ക് വന്ന് അവൻ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. പാൻ എവിടെയാണ്, കത്തി എവിടെയാണ് ചോദിച്ച് ഹീജുവിന്റെ ഹെൽപ്പും ചോദിക്കുന്നുണ്ട്. ഇന്നലെ കോർട്ടിൽ വെച്ച ആള് മിസ്സായതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതെന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു എന്നൊക്കെ ഹീജു പറയുന്നുണ്ട്. നിനക്ക് ആ ആള് നല്ല വിശ്വാസമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ നല്ല മനുഷ്യനാണ് എന്നൊക്കെയാണ് ഹീജു പറയുന്നത്. ഇതുവരെ നീ ഞാൻ പറയുന്നത് കേട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത്, എനിക്കതിൽ തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞ് താൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ഹീജുനോട് കഴിച്ചോളാൻ പറഞ്ഞ് സയോനൊക്കെ അവിടെ നിന്ന് പോകുന്നു. യൂറി പുറത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ കുറെ ഫാൻസ് ഒക്കെ ആരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. യൂറി ചിരിച്ചുകൊണ്ട് അവിടെ എത്തിയപ്പോൾ ആ ഐഡലിന്റെ കാറ് വരികയും അവിടെയുള്ളവരെല്ലാം യൂറിയെ തട്ടിയിടുകയും ചെയ്യുന്നു. വീഴാൻ പോകുന്ന യൂറിയെ നല്ല സ്റ്റൈലായിട്ട് സാങ്കു വന്നിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് യൂറിയുടെ കയ്യിലുള്ള കോഫി സാങ്കുവിന്റെ കയ്യിൽ വീണ് അവന്റെ കൈയൊക്കെ പൊള്ളുന്നത് ശ്രദ്ധിച്ചത്. അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഓ നിങ്ങളാണ് ഞങ്ങൾ ഷോ ചെയ്യുന്നത് എന്നൊക്കെ യൂറി ചോദിക്കുന്നുണ്ട്. കോഫി തട്ടി പൊള്ളിയതിൽ സോറിയൊക്കെ ചോദിക്കുമ്പോൾ സാങ്കു പറയുന്നുണ്ട് അത് നിന്റെ തെറ്റൊന്നുമല്ല, കുറെ ക്രേസിയായ ഫാൻസ് കാരണമാണ് എന്ന്. ഈ ക്രേസിയായ ഫാൻസ് എന്ന് പറഞ്ഞാൽ യൂറിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവളും ഒരു ഫാനാണേ. അവൾ പറയുകയാണെങ്കിൽ ക്രേസി ഫാൻസോ, ഫാൻസ് ആയ എന്തൊക്കെ ചെയ്യണം എന്ന് അറിയുമോ? പ്രീ റെക്കോർഡിങ്സ് കേൾക്കണം, ആൽബം ബൈ ചെയ്യണം, ഫാൻ ക്ലബിൽ ചേരണം, ഇതിനൊക്കെയാണ് ക്രേസി എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആണെങ്കിൽ ഫാൻ ആയിട്ടുണ്ടോ എന്നൊക്കെ യൂറി ചോദിക്കുമ്പോൾ ഞാനും ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാനും ഒരു ഫാനൊക്കെയാണ് എന്ന് സംഗു പറയുന്നു. നിന്റെ ഐഡൽ ആരാ എന്ന് യൂറിയോട് ചോദിക്കുമ്പോൾ യൂറി പേര് പറയുന്നില്ലെങ്കിലും അദ്ദേഹം ഹാൻസം ആണ്, ഗുഡ് ലുക്കിംഗ് ആണ്, നല്ല വോയിസ് ആണ്, ഈ കൺട്രിയിലുള്ള എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മാത്രമാണ് യൂറി പറയുന്നത്. ഹീജു അവളുടെ അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവളുടെ അച്ഛൻ മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ്. അവൾ അച്ഛനോട് സംസാരിച്ചിരിക്കുമ്പോൾ അച്ഛൻ അവളുടെ കൈ പിടിച്ചിട്ട് എന്നെ വിട്ടു പോകല്ലേ, ഞാൻ ഇനി എല്ലാം നന്നായിട്ട് ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഇത് അച്ഛന് അമ്മ പോകുന്ന സമയത്ത് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ഹീജു ചോദിക്കുക. അച്ഛന് എന്തെങ്കിലും അച്ഛന്റെ കൂടെ നിർത്തിക്കൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്റെ മോക്കും വലിയൊരു ആങ്കർ ആവാനാണ് ഇഷ്ടം, എന്നോട് നിന്നാൽ അവൾ എന്നെ പോലെ തന്നെ നൈറ്റ് ക്ലബിൽ പാട്ട് പാടി ജീവിക്കേണ്ടി വരും, അതുകൊണ്ട് നീ അവളെ നന്നായിട്ട് നോക്കണം എന്ന് അന്ന് ഹീജുവിന്റെ അമ്മയോട് പറഞ്ഞ ഡയലോഗ് പറയുകയാണ്. ഹീജു കരഞ്ഞ് ചോദിക്കുകയാണ് ഇതുകൊണ്ടാണോ അച്ഛൻ എന്നെ കൂടെ നിർത്താത്തത്? പക്ഷെ അച്ഛനെ വിട്ടു പോയതിനു ശേഷം എനിക്ക് ഹീജുവായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ ഇനയുടെ നിഴലായിട്ടാണ് ജീവിക്കുന്നത്, ഇനി സംസാരിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ നന്നായിട്ട് കരയുന്നുണ്ട്. സ്റ്റൈൽ തന്റെ ഫ്രണ്ടായ ഹൊക്ചിനോട് ഒരാള് തന്റെ വൈഫിന്റെ നേക്കഡായ ഫോട്ടോസ് ഒക്കെ അയച്ചു തരാണെങ്കിൽ എന്താ അതിന്റെ മീനിങ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഡൗട്ടും വേണ്ട, അത് അഫെയർ തന്നെയാണ് എന്നാണ് ഹൊക്ചിൻ പറഞ്ഞത്. പക്ഷെ സയോന്റെ വൈഫാണെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. സയോന് കാറിന്റെ ഫൂട്ടേജ് കാണിച്ചിരുന്നല്ലോ, അതിൽ ആരോ ഉള്ളിൽ നിന്ന് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്ത് കിഡ്നാപ്പർ കയറുന്നതായിട്ടാണ് കാണിക്കുന്നത്.
കിഡ്നാപ്പർ കാർ ഹാക്ക് ചെയ്തതാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. ഇതൊക്കെ ഓർത്ത് നിൽക്കുമ്പോഴാണ് കൃത്യം 10 മണിയാകുമ്പോൾ കിഡ്നാപ്പറിന്റെ കോളൊക്കെ വരുന്നത്. ആദ്യം എടുക്കണോ എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിലും സയൻ കോൾ എടുത്ത് അപ്പൊ തന്നെ കട്ട് ചെയ്യുന്നു. ഇത് കണ്ട് ഹീജു ഇവൻ എന്തിനാ എന്റെ കോള് കട്ട് ചെയ്തേ എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുകയാണ്. ഈ സമയം സയൻ കോൾ എടുത്തിട്ട് എന്നോട് സംസാരിക്കണമെങ്കിൽ ഇനി ഞാൻ പറയുന്നത് കൂടി നീ കേൾക്കണം, 5 മിനിറ്റ് കഴിഞ്ഞ് എന്നെ വിളിക്കുക എന്ന് പറഞ്ഞ് സയൻ വീണ്ടും കോള് കട്ട് ചെയ്യുകയാണ്. ഹീജു വീണ്ടും വിളിക്കുന്നുണ്ടെങ്കിൽ സയൻ കോൾ എടുക്കുന്നില്ല. അവൾ അങ്ങനെ 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് സയന് വീണ്ടും കോൾ ചെയ്യുകയാണ്. ഇപ്രാവശ്യം സയൻ അവളുടെ കാറിൽ നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇനി എന്നോട് സംസാരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ സയൻ പറഞ്ഞത് കേട്ട് നീ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എല്ലാം ഞാൻ നശിപ്പിക്കുമെന്ന് ഹീജു പറയുമ്പോഴാണ് ഫോണിൽ നിന്നും അവളെ ചെവി പൊട്ടാൻ പാകത്തിന് ഒരു സൗണ്ട് കേൾക്കുന്നത്. അവൾ വീണ്ടും സവനെ വിളിക്കുമ്പോൾ അവന്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ്. വീട്ടിലെങ്കിൽ സവനെ ഫുള്ള് നോക്കുമ്പോൾ സവൻ വീട്ടിലും എത്തിയിട്ടില്ല. വീണ്ടും അവൾ കിഡ്നാപ്പറുടെ ഫോണിൽ നിന്ന് സവനെ വിളിക്കുമ്പോൾ അപ്പോഴും സവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സവനെ വെയിറ്റ് ചെയ്ത് അവൾ സോഫയിൽ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോവുകയാണ്. രാവിലെ ആയിട്ടും സവൻ എത്തിയില്ല എന്നൊക്കെ അറിയുമ്പോൾ അവൾ TV ഓൺ ചെയ്ത് വെള്ളം കുടിക്കാൻ പോകുമ്പോഴാണ് ടിവിയിൽ ഇന്നലെ നടന്ന ബോംബ് ബ്ലാസ്റ്റിനെ കുറിച്ച് ന്യൂസ് വായിക്കുന്നത്. കൃത്യം 10 മണിയൊക്കെ ആയപ്പോൾ സവന്റെ ഓഫീസിന് തീ പിടിച്ചു എന്നും കുറെ പേർക്ക് പരിക്കുണ്ട് എന്നൊക്കെ ആയിരുന്നു ന്യൂസിൽ പറഞ്ഞിരുന്നത്. ഒരാൾ മാസ്ക് ഒക്കെ ധരിച്ച് പിസ്സ ബോക്സുമായി വന്നിരുന്നു. അതിനുശേഷമാണ് ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായത് എന്നൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. കുറച്ചു ദിവസങ്ങളായി സവോന് നേരെ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോള് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കിഡ്നാപ്പറിന് ചെറിയൊരു കോൾ റെക്കോർഡിംഗ് ന്യൂസിലൂടെ കേൾപ്പിക്കുകയാണ്. ഹീജു സവനോട് പറഞ്ഞ ഡയലോഗ്സ് ആയിരുന്നു അതിൽ പറഞ്ഞത്. ഇത് കേട്ട് ഹീജിന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് ഒക്കെ നിലത്ത് വീണ് പൊട്ടുന്നുണ്ട്. ഞാൻ എപ്പോഴാ ബോംബ് വെച്ചത് എന്നൊക്കെ പേടിച്ച് നിൽക്കുമ്പോഴാണ് സയൻ വീട്ടിലേക്ക് വരുന്നത്. സയന്റെ ബോഡിയിൽ ബ്ലഡും ഷർട്ടിലൊക്കെ കരിയും ഒക്കെ ഉണ്ടായിരുന്നു. സയൻ നേരെ വന്ന് ഹീജുവിനെ ടേബിളിന്റെ മുകളിൽ കയറ്റി. ഇപ്പൊ കാര്യങ്ങളൊന്നും നന്നായിട്ടല്ല നടക്കുന്നത്. എനിക്കറിയുന്നൊരു ഹീജു ഉണ്ട്, പക്ഷെ ഹീജുവിനെ എനിക്കറിയാത്തൊരു മുഖം കൂടിയുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കണ്ടുപിടിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇന്ന് തന്നെ എനിക്ക് കണ്ടുപിടിക്കണം. സോ എന്നോട് കോർപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അവളുടെ സ്കേർട്ടൊക്കെ സവൻ മാറ്റാൻ നോക്കുന്നുണ്ട്. അവൾ കൈവച്ച് അത് തടയുന്നുണ്ടെങ്കിലും നീ മാറ്റണോ അതോ ഞാൻ മാറ്റണോ എന്ന് സവൻ ചോദിക്കുകയാണ്. ഇനി 3 വർഷം മുമ്പ് നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഇവരുടെ കല്യാണത്തിന്റെ തലേന്ന് ഇന സവന് മെസ്സേജ് അയക്കുകയാണ്, നാളത്തെ മാരേജ് നടക്കരുത്, അഥവാ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി സീക്രട്ടൊക്കെ ഞാൻ റിവീൽ ചെയ്യും. ഇത് വായിച്ച സവൻ ഈനയോട് ഹീജുവിന്റെ മാരേജ് ഫിക്സ് ചെയ്തെന്ന് കേട്ടു, അത് സത്യമാണെന്ന് ചോദിക്കുന്നു. കേട്ട് ഈന ശരിയാണ്, സ്വന്തം മകളെ വിൽക്കുന്ന ഒരേ ഒരു അമ്മ ഹീജുവിന്റെ അമ്മയാണ്. ഇത് കേട്ട സയോൻ നാളത്തെ മാരേജ് മാറ്റാൻ പറ്റില്ല, പക്ഷെ വൈഫിനെ സ്വിച്ച് ചെയ്യാം. വൈഫ് നീ ആയിരിക്കില്ല, പകരം ഹീജു ആയിരിക്കും. ഇവരുടെ ഈ അറേഞ്ച് മാരേജ് അറേഞ്ച് ചെയ്ത് തന്നെ സയോനാണ്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമന്റ് ചെയ്യണേ. ശേഷം എന്താണ് നടക്കുക എന്ന് അടുത്ത എപ്പിസോഡിൽ